ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഖദ് അമറല്ലാഹു സുബ്ഹാനഹു അഹ്ലൽ ഈമാനി അൻ യകൂനു മഅസ് സാദിഖീൻ. അദ്ദേഹം ഈ ആയത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് വിശദീകരിക്കണം. അതൊക്കെ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകളോട്, ഈമാനുള്ള ആളുകളോട് കൽപ്പിക്കുന്നത് എന്താണ്? ഈമാനുള്ള ആളുകളോട് പറയുന്നത് അൻ യകൂനു മഅസ് സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരുടെ കൂടെയാകണമെന്നാണ്. സത്യം പറയുന്ന ആളുകളാകണം, സത്യം പറയുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ ചേർന്ന് നിൽക്കണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉസ്തുഖു ഇദാ ഹദസ്തും ഇദാ ഹദ്ദസ്തും, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ സത്യം പറയണം. സത്യം പറയുക എന്നുള്ളതൊരു നിസാരമായ കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും കൊണ്ടു നടക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് സത്യസന്ധരാവുക എന്നുള്ളത്. ലോകത്തേക്ക് കടന്നു വന്ന അമ്പിയാക്കളുടെ, പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആൻ വിശദീകരിക്കുമ്പോൾ ആ പ്രവാചകന്മാരെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. നോക്കൂ, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹിൻ്റെ കൂട്ടുകാരനാണ്. ഇബ്രാഹിം നബിൻ്റെ മില്ലത്ത് സ്വീകരിച്ചാലാണ് നമ്മൾ രക്ഷപ്പെടുക. ആ ഇബ്രാഹിം നബി ആരാണ്? ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, തീർച്ചയായും അദ്ദേഹം സത്യവാനും പ്രവാചകനുമായിരുന്നു. അദ്ദേഹം പ്രവാചകനാണ്. പക്ഷെ ആ പ്രവാചകനാണ് എന്ന് പറയുന്നതിൻ്റെ കൂടെ അള്ളാഹു ചേർത്ത് വെച്ച വാചകം എന്താ? ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, അദ്ദേഹം സാദിഖായിരുന്നു, അദ്ദേഹം സത്യസന്ധനായിരുന്നു. ഇതേപോലെ തന്നെയാണ് മഹാനായ ഇദ്രീസ് നബിയെ കുറിച്ച് പറഞ്ഞു, വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, അദ്ദേഹം സത്യസന്ധനായ പ്രവാചകനായിരുന്നു. വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈല ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യ, മഹാനായ ഇസ്മായിൽ നബിയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പ്രവാചകന്മാരുടെ ഗുണമായിരുന്നു, അവരുടെ വിശേഷണമായിരുന്നത് അവരൊക്കെ സത്യസന്ധരായിരുന്നു, അവർ സത്യം പറയുന്ന ആളുകളായിരുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിയെ ചരിത്രം പരിചയപ്പെടുത്തുന്നത് തന്നെ അദ്ദേഹം സത്യസന്ധനായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ആ നാട്ടിലെ മിസ്റിലെ രാജാവ് തൻ്റെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അറിയാൻ വേണ്ടി കടന്നു വരുന്ന രംഗം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് യൂസുഫ് നബി അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്? യൂസുഫ് നബിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, യൂസുഫ് അയ്യുഹ സിദ്ദീഖ്, അല്ലയോ യൂസുഫെ, സത്യസന്ധനായ യൂസുഫെ എന്നാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ലോകത്തേക്ക് കടന്നു വന്ന, നമുക്ക് ദീന് പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന നബിമാര്, അമ്പിയാക്കൾ, അവരാരായിരുന്നു? അവരെല്ലാവരും സത്യസന്ധരായിരുന്നു.